ദുരന്തങ്ങൾക്കിടയിലും കുട്ടികളുടെ ആഗ്രഹപ്രകാരം നമ്മൾ ലഘുവായിട്ട് ഇത്തവണയും ഓണം ആഘോഷിച്ചിരിക്കുകയാണ്. ചടയമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളിട്ട പൂക്കളത്തിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പ്രകൃതി ദുരന്തത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ചെറിയ രീതിയിൽ വളരെ ഷോർട്ട് ടൈമിനുള്ളിൽ കുട്ടികൾക്ക് വേണ്ടി ചെറിയൊരു ഓണസദ്യയും ഓണത്തെക്കുറിച്ചുള്ള അവരുടെ ഒരു സന്ദേശം എല്ലാവർക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ വളരെ അറേഞ്ച് ചെയ്തിട്ട് ചെറിയ രീതിയിൽ വളരെയധികം ഇല്ലാതെ ഒരു ഓണസദ്യയും ഓണപ്പൂക്കളവുമായിട്ട് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും MGHS ചടയമംഗലത്തിൻ്റെ പേരിൽ ഓണാശംസകൾ. ഓണത്തപ്പം കിട്ടിയില്ല, നമ്മൾ കുറേ ശ്രമിച്ചു. സമയപരിമിതി കുറവായിരുന്നു. എക്സാം നമ്മുടെ പൂക്കളത്തിൽ കൂടുതലും നാടൻ പൂക്കളാണ്. ഓണത്തിൻ്റെ സമൃദ്ധിയുടെ സന്തോഷത്തിന്റെ ഒത്തുവരുന്ന പാലപ്പുണ്ട്, ചെമ്പരത്തി, അതുപോലെ വാടാമുല്ല, അങ്ങനെ ഒരുപാട് പൂക്കളുണ്ട്. ഇതിനകത്ത് തുമ്പപ്പൂവുണ്ട്. ചാണകത്തിന് മുകളിലാണ് നമ്മൾ തുമ്പക്കുടം വെച്ചിരിക്കുന്നത്. നടുക്ക് ചാണകത്തിന് അത് കാണത്തിലാണ് നമ്മൾ ആ തുമ്പക്കുടവും തുമ്പപ്പൂവുണ്ട് അതിന് ചുറ്റിട്ടുണ്ട്. തുമ്പ പറയുമ്പോഴത്തേക്കും നമ്മൾ ഓണത്തിൽ ഏറ്റവും പ്രധാന ഘടകമായിട്ട് തന്നെ തുമ്പക്കുടം ഓണത്തിന്റെ പ്രതീകമായിട്ട് വെച്ചേക്കുന്നതാണ്. അതിന്റെ പിന്നിലെ അറിയാമോ? നമ്മുടെ ഈ തിരുവോണ നാളെന്ന് പറയുമ്പോൾ വാമനന്റെ അവതാര ദിവസം കൂടെയാണ് ചിങ്ങമാസത്തിലെ തിരുവോണം. അതിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഓണത്തിന്. ഇത് പോവാന്ന് വെച്ചത് വേറെ എന്തെങ്കിലും ആണോ? ഇതാരുണ്ടാക്കി എന്തോ ഒഴിച്ചൊക്കെ വെച്ച് അതുകൊണ്ടാണ് ഈ തീം സെലക്ട് ചെയ്തത്. വെള്ളയും യെല്ലോ, ഓറഞ്ച് എല്ലാ കളേഴ്സും മാക്സിമം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. വൈവിധ്യം നിറത്തിൻ്റെ. തുമ്പ, തുമ്പപ്പൂവ്, തെറ്റി, തുമ്പ ഉണ്ട് ഇതില്. നമ്മളത് വെച്ചായിരുന്നു. പക്ഷെ അത് തുമ്പ അധികം ഇപ്പൊ ഇല്ലല്ലോ നാട്ടില് കാണുന്ന പോലെ. പിന്നെ ജമന്തി, വലിയ ചെയ്ത പൂക്കളത്തിൽ കണ്ട പ്രത്യേകത എന്ന് പറയുന്നത് നാടൻ പൂക്കൾ പരമാവധി അവർ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ 2 പൂക്കളത്തിൽ നമ്മൾ കാണാത്ത ഒരു പ്രത്യേകത നമ്മൾ കണ്ടത് ഓണത്തപ്പനെ. ബാക്കി 2 ഫസ്റ്റ് സെക്കൻഡും കിട്ടിയ പൂക്കളത്തിൽ 2ലും ഓണത്തപ്പനെയും അതുപോലെ തന്നെ നിലവിളക്ക്, അതുപോലെ നിറപറയൊക്കെ അവർ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഡിസൈനിലും അതുപോലെ തന്നെ പൂക്കളുടെ വർണ്ണത്തിലുമുള്ള കോമ്പിനേഷനിലൊക്കെ വന്ന പ്രത്യേകത ഉണ്ട്. നമ്മൾ റെഡിനെയാണ് ഫസ്റ്റ് 1ാം സ്ഥാനമായിട്ട് റെഡ് ഹൗസ് സെലക്ട് ചെയ്തേക്കുവാണ്. 2ാം സ്ഥാനം യെല്ലോ ഹൗസിനുമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ചടയമംഗലം ഗവൺമെൻറ് മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ പൂക്കള മത്സരമാണ് നമ്മളിപ്പോൾ ജഡ്ജ് ചെയ്തിട്ടുള്ളത്. ഇതിൽ പൂക്കളുടെ ഡിസൈനിങ്, അതിൻ്റെ വൈവിധ്യം, വർണ്ണങ്ങളുടെ ചേരുവ, ഭംഗി, ആചാരങ്ങളുടെ പ്രത്യേകതകൾ, അവയൊക്കെയാണ് നമ്മൾ വാല്യൂ പോയിന്റ്സ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലാ ടീമുകളും വളരെ നന്നായിട്ടാണ് പൂക്കളം ഒരുക്കിയിട്ടുള്ളത്. 4 ടീമുകളാണ് ഇതിനകത്ത് മത്സരിച്ചിട്ടുള്ളത്. അതിൽ 1ാം സ്ഥാനം വന്നിട്ടുള്ളത് ഈ റെഡ് ഹൗസാണ്. കിട്ടിയ റെഡ് ഹൗസിന്റെ പൂക്കളം നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് നന്നായിട്ട് വർണ്ണങ്ങളുടെ ചേരുവയൊക്കെ അവർ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ മാക്സിമം നാടൻ പൂക്കളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1ാം സ്ഥാനവും 2ാം സ്ഥാനവും കിട്ടിയ പൂക്കളത്തിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. പിന്നെ അതുപോലെ പരമാവധി കണ്ണാൻ തുമ്പി പോരാമോ എന്നോട്
കൂടുന്നുണ്ടാക്കാം ഉള്ളിൽ താലോലിക്കാം ഇങ്ങനെ